ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, യുദ്ധങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭയങ്ങൾ നമ്മളെ വേട്ടയാടുന്നു. ലോകം മുഴുവനും ഭയം നിറഞ്ഞിരിക്കുന്നു. ഇനി മുമ്പോട്ട് എന്താകുമെന്നോർത്ത് പ്രിയപ്പെട്ടവരെ, യുദ്ധം വിദൂരത്താണെങ്കിലും അതിൻ്റെ എല്ലാം അസ്വസ്ഥതകൾ നാം ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ഉദ്ധിതനായ ഈശോ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് ഭയപ്പെടാണ്ട എന്നല്ലേ? കാരണം ശിഷ്യന്മാരുടെ മനസ്സ് മുഴുവനും കലങ്ങിയിരുന്നു. വല്ലാത്തൊരു ഭയം അവരെ വേട്ടയാടിയിരുന്നു. ഈശോ കൂടി ഉണ്ടായിരുന്നപ്പോൾ ഒരു ആത്മധൈര്യം ഉണ്ടായിരുന്നു. എന്തും ചെയ്യാമെന്നൊരു തോന്നൽ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ഈശോ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെ അവർ ഭയപ്പെട്ടു. ഉത്കണ്ഠ അവരെ വേട്ടയാടാൻ തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ, ആരും കൂടെയില്ല എന്നൊരു ചിന്ത, ശക്തിയെല്ലാം ചോർന്നു പോയെന്ന് ശിഷ്യന്മാർക്ക് തോന്നി. അതുകൊണ്ടല്ലേ ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട. സഹോദര സഹോദരി, നമ്മോടും കർത്താവ് പറയുന്നതാണ്. യുദ്ധം വർദ്ധിക്കുന്നു, ദുരന്തങ്ങൾ പെരുകുന്നു, വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലുമെല്ലാം അസ്വസ്ഥതകൾ വർദ്ധിക്കുമ്പോഴും ഈ ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മളെ നോക്കി പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഈശോയെ, കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ആ ഭയങ്ങളെല്ലാം സമർപ്പിച്ച് പാടുകേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ, മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം സമർപ്പിച്ച്
മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവെച്ചോ. മാറോടെന്നെ ചേർത്തണച്ചു. മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവെച്ചോ. മാറോടെന്നെ ചേർത്തണച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണ അനന്തമാണല്ലോ. ഇന്നൊരുപാട് പേരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ പാപം ചെയ്തു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, കാരണം കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകാം. ഞാൻ എത്രയോ പ്രാർത്ഥനകൾ സമർപ്പിച്ചു, നേർച്ചകൾ നേർന്നു, പരിഹാരം ചെയ്തു, എന്നിട്ടും എന്തേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല? മനസ്സിലറിയാതെ പിശാച് ഒരു നുണയിട്ട് തരും, നിന്നെ ഈശോ സ്നേഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരേ ഒരാള് അത് കർത്താവ് മാത്രമാണ്. നമ്മുടെ വിശുദ്ധി കൊണ്ടൊന്നും അല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ പാപികളായിരുന്നാലും കർത്താവ് നമ്മളെ സ്നേഹിക്കും. കാരണം നാം കർത്താവിൻ്റെ സൃഷ്ടികളാണ്, കർത്താവിൻ്റെ മക്കളാണ് നാം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണ, ആ ദൈവത്തിൻ്റെ കരുണ ഈശോയിലൂടെ വെളിപ്പെട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ദൈവസ്നേഹം വർണ്ണിക്കാൻ പറ്റില്ല. ആ ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെ എത്രയോ മനോഹരമായാണ് ഈശോ ആ കർത്താവിൻ്റെ സ്നേഹം അവതരിപ്പിക്കുന്നത്. അകന്നു പോകുമ്പോഴും മനഃപൂർവ്വം പാപം ചെയ്തു പോകുമ്പോഴും ധൂർത്തുപുത്രനെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന പിതാവ്, ആ പിതാവിൻ്റെ സ്നേഹം വർണ്ണിക്കാൻ വാക്കുകളില്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം
പോരാ. സ്നേഹമുള്ളവരെ, ധൂർത്തുപുത്രൻ അധപതിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അധപതിക്കുകയാണ്. അവൻ തുടങ്ങിയ പാപത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത് പന്നിക്കുഴിയിലാണ്. സകല മ്ലേച്ഛതയിലും കുടുങ്ങിക്കിടക്കുകയാണ് ധൂർത്തുപുത്രൻ. നമുക്കറിയാം, യഹൂദ പാരമ്പര്യത്തിൽ യഹൂദർക്ക് പന്നി അറപ്പുള്ള ഒന്നാണ്. ആ ധൂർത്തുപുത്രൻ്റെ കഥയിലെ ധൂർത്തുപുത്രൻ ഒരു യഹൂദ യുവാവാണ്. അങ്ങനെയുള്ള യഹൂദ യുവാവ് പന്നികളെ തീറ്റിപ്പോറ്റുന്നു എന്ന് പറഞ്ഞാൽ അയാള് തീർത്തും അധപതിച്ചു എന്നാണ് അർത്ഥം. ഇതാണ് പാപം. പാപം ചെയ്യുമ്പോൾ ആദ്യം ഒരു സുഖമുണ്ടെങ്കിലും അത് നമ്മളെ തള്ളിയിടുന്ന ഒരു കുറ്റബോധമുണ്ട്, ഒരു നിരാശയുണ്ട്. ആ പന്നിക്കുഴി കിടക്കുമ്പോൾ ധൂർത്തുപുത്രന് സുബോധമുണ്ടായി. അവൻ പിതാവിൻ്റെ സ്നേഹം ഓർക്കുകയാണ്. എന്തൊരു സ്നേഹമാണ് എൻ്റെ അപ്പൻ! പണിക്കാരോട് പോലും, വീട്ടിലെ ജോലിക്കാരോട് പോലും കരുണ കാണിക്കുന്ന, അവർക്ക് സമൃദ്ധമായി നൽകുന്ന പിതാവാണല്ലോ എൻ്റെ പിതാവ്. ആ പിതാവിൻ്റെ സ്നേഹം അവനിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, അവൻ പാപത്തിലേക്ക് പടുപടിയായി വീഴുമ്പോഴും പിതാവിൻ്റെ സ്നേഹം അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. സഹോദര സഹോദരി, നാം പാപത്തിലേക്ക് പോകുമ്പോഴും പിതാവിൻ്റെ സ്നേഹം നമ്മോടൊപ്പമുണ്ട്. ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, ചിന്തയാണ് ധൂർത്തുപുത്രൻ്റെ മടങ്ങിവരവിന് കാരണമായത്. അതുകൊണ്ട് നമുക്ക് ഈ കരുണയുടെ തിരുനാൾ ദിവസം നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കാം. പാപികളോട് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സ്നേഹം എന്നെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് എന്തെന്നറിയാവോ? ആ ധൂർത്തുപുത്രനെ പോലൊരു സുബോധം. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇന്നത്തെ ലോകത്തിൻ്റെ പാപം, അത് പാപത്തെക്കുറിച്ചുള്ള ബോധം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാളിതുവരെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും വന്നുപോയ സമസ്ത അപരാധങ്ങളും കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ച്, ദൈവമേ, ഞാനൊരു പാപിയാണ്. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കീണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കീണിടുന്നു. കണ്ണുനീർ തോരാത്ത രാത്രികളിൽ ക്രൂശിതാവിനെ ഞാൻ തേടിടുന്നു. പാടാവോ? കണ്ണുനീർ തോരാത്ത രാത്രികളിൽ ക്രൂശിതാവിനെ ഞാൻ തേടിടുന്നു. ആ തിരുരക്തത്താൽ കഴുകണമെന്നേ, പാപിക്കു മോചനം നൽകണമേ. ദൈവമേ, ഞാനൊരു പാപിയാണ്.
യാചനാരൂപത്തിൽ മടിയിൽ വെച്ച് കർത്താവിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. പാടിയേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഒരിക്കൽ കൂടി യുദ്ധം അവസാനിക്കാനും സമാധാനം സംജാതമാകാനും ആഗ്രഹിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഇരുകൈകളും ചങ്കോട് ചേർത്ത് വെച്ച് ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുച്ചോര, ആ തിരുരക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. മനസ്സിനെയും ശരീരത്തെയും സമസ്ത മേഖലകളെയും ഈശോയെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. പാടിയേ തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ എന്ന് പൊന്നു കർത്താവേ. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. ഈ കർത്താവിൻ്റെ കരുണയോർത്ത് സന്തോഷിക്കാം. നമുക്ക് സകല സൃഷ്ടികളോടും ചേർന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ കർത്താവെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് നേർന്ന് കൈകളടിച്ച് പാടാം. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടി പുകഴ്ത്തി
കൈകൾ കുപ്പി തല കുമ്പിട്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേ. സർവേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവം അർപ്പിച്ചേ